അതെ, യുഎഇയിലെ പെരുന്നാളിൻ്റെ അവധിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും നാളെ മുതൽ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞാൻ നാളെ ഉച്ചത്തേക്ക് എന്നാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ചോറ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി പെറുക്കിയൊക്കെ എടുക്കുന്നുണ്ട്. സവോളയും വെണ്ടയ്ക്കയും പച്ചമുളകുമാണ്. അത്രേ ആവശ്യമുള്ളൂ. നമ്മൾ കോട്ടയം സ്റ്റൈലിൽ ചെറിയൊരു മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ വേറെ രീതിയിലൊക്കെ വെക്കുന്നുണ്ടാവും, എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെണ്ടയ്ക്ക അരിയുന്ന വീഡിയോ ഓണാക്കി വെച്ചായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. സാരമില്ല. ഞാൻ ദേ സവോളയും വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ നല്ലപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ച് ഇതാ ചട്ടി വെച്ചു. ഈ കടുക്, കറിവേപ്പില അത്രയേ ഉള്ളൂ ഇട്ടേച്ച് നമുക്ക് ഈ വെണ്ടയ്ക്ക സവോളയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ അതൊന്ന് ആ എണ്ണയിൽ തന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തേച്ച് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നുവെച്ച് അതും കൂടി അങ്ങ് മിക്സാക്കി എടുത്തേച്ച് അതങ്ങ് മൂടിയൊന്നും വെക്കണ്ട. വെള്ളം വീണാൽ ചിലപ്പോൾ അതങ്ങ് ഇതായിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഇതാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കയ്യോടെ ആ പാത്രവും എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഞാൻ ഇങ്ങനെ അലമ്പായിട്ട് കിടന്നാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ പാത്രമെല്ലാം കഴുകി ഒതുക്കി പെറുക്കി മറ്റേ സ്ലാബെല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നാളെ ഇത് മാത്രമല്ല കേട്ടോ, ഇച്ചിരി മത്തി ഇരിപ്പുണ്ട്. അതൊന്ന് വറുത്തൊക്കെ വെക്കണം. അപ്പം വെണ്ടയ്ക്കയുടെ കാര്യം നമുക്ക് നോക്കാം. ഒന്ന് റെഡിയായി വരുന്നുണ്ടേ. നല്ലപോലെ ഒന്ന് അങ്ങനെയല്ലേ പറയണേ, വഴന്ന് വന്നിട്ട് ഉണ്ട്. അപ്പം ഞാൻ അപ്പോഴത്തേക്കും ഫ്രീസറിൽ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്, മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്ത് വറക്കാമല്ലോ. അപ്പം ഞാൻ ഒരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഐസ് പോകാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇന്നലെ ഇച്ചിരി ഇറച്ചി മേടിച്ചായിരുന്നേ. അതിൻ്റെ ആ ഒരു ചോരയും കാര്യങ്ങളെല്ലാം ഫ്രീസറിൽ ഇങ്ങനെ ഒഴുകി കിടക്കും. ഇനി അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതേ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ ഇതേ മത്തി വറക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക അതേ ചൂട് മാറി. അപ്പം ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മത്തിയും, കുഞ്ഞു മത്തി കേട്ടോ, ഭയങ്കര കുഞ്ഞു മത്തിയാണ്. അത് ഞാനങ്ങ് വറുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ രാവിലെ നമുക്ക് ബാക്കിയുള്ള ദോശമാവായിരുന്നേ. അപ്പോൾ അത് തികയത്തില്ല രാത്രിയിലത്തെ. അപ്പോൾ ഞാൻ ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് ഗോതമ്പ് പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ടേച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ചാൽ അത് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് നോർമൽ ദോശ പോലെ അങ്ങ് ചുട്ടെടുക്കാം. പിന്നെ ഇത് ഒട്ടും പുളിയൊന്നുമില്ലാത്ത ദോശമാവായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വൈകുന്നേരം അരച്ച് വെച്ചതാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ദോശയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തേച്ച് ബാക്കിയുള്ളതായത്. അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചാൽ റെഡിയാകും. ഇതാണ് ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ട് ഗ്ലാസും പാത്രമെല്ലാം ഒന്ന് കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്തി ആയിട്ടുണ്ട്. അപ്പോൾ മത്തി നമുക്കിത് ഈ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ നാളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനതും അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് ഉള്ള ദോശയ്ക്കുള്ള പരിപാടി നോക്കാം. ഇനി അത് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇച്ചിരി നേരം ഞാൻ വെച്ചോളായിരുന്നു. അപ്പം ഇതാ മത്തി വറുത്ത പാൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാനേ ഉള്ളൂ. ഒരു മിഡിൽ ക്ലാസ് പ്രവാസിയുടെ ജീവിതം അതാണിത്. അപ്പോൾ ഞാൻ ദോശയും കാര്യങ്ങളും എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിയാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഞാൻ സാമ്പാറും ഇച്ചിരി കിഴങ്ങ് ഭാജിയും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ സാമ്പാർ കഴിഞ്ഞു. ഉച്ചത്തെ ചോറിനും ഒക്കെ എടുത്തായിരുന്നു. ഭാജി ഇരിപ്പുണ്ട്. അപ്പോൾ ഭാജി കൂട്ടിയിട്ടങ്ങ് കഴിക്കാമല്ലോ രാത്രിയിൽ ദോശ. അപ്പം ഞാൻ ദോശ ഓരോന്നായിട്ടൊക്കെ ചുട്ടെടുത്ത് റെഡിയാക്കി ബാക്കിയുള്ള പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി വെച്ച് ഇനി കുളിക്കണം, ഡിന്നർ കഴിക്കണം, നേരത്തെ കിടന്നുറങ്ങണം. നാളെ ഡ്യൂട്ടി ഉണ്ട്. പാന് ലാസ്റ്റ് ദോശ കരിഞ്ഞു പിടിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ്
ചൂടൊക്കെ ആറി പയ്യെ കഴുകി വയ്ക്കാമെന്ന് വെച്ചു. അതവിടെ വെച്ചു. ബാക്കി പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി തുണിയുമെല്ലാം ഞാൻ കഴുകിയിട്ട് തുണി ഇവിടെ കഴുകി വിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത റൂം